Hi all, welcome to TOS Academy. നമ്മുടെ HSST ബോട്ടണി നോട്ടിഫിക്കേഷൻ അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. ടോസ് അക്കാഡമിയുടെ വീഡിയോസിൽ നമ്മൾ ഇൻഫോം ചെയ്തതുമാണ് ഉടനെ തന്നെ HSST നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ള കാര്യം. എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനിയും ലേറ്റ് ആയിട്ടില്ല, പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ആകാത്തവർ എത്രയും വേഗം തന്നെ സ്റ്റാർട്ട് ആക്കുക. നൗ ഇന്ന് നമ്മൾ HSST ബോട്ടണി സിലബസിലെ കുറച്ച് അഡ്വാൻസ് ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് ഏരിയ വിത്ത് ഫ്യൂ ക്വസ്റ്റ്യൻസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. HSST ബോട്ടണി പോലുള്ള PSC ബേസ്ഡ് എക്സാംസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സെറ്റോ അതുപോലെ നെറ്റ് പോലത്തെ ഭീകരമായിട്ടുള്ള കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഒന്നും ഈ പറയുന്ന എക്സാംസിൽ വരാൻ ചാൻസ് ഇല്ല. കോൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കുക, ആ കോൺസെപ്റ്റുകളിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അങ്ങനെയുള്ള ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് RNA ഇന്റർഫറൻസ് അല്ലെങ്കിൽ RNAi ടെക്നോളജി എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി ഒരു ജീൻ സൈലൻസിങ് ടെക്നോളജിയാണ്. അതായത് ജീനിന്റെ ആക്ടിവിറ്റി ഇല്ലാണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് RNA ഇന്റർഫറൻസ് ഓർ RNAi ടെക്നോളജി എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ ബേസിക്കലി നമുക്ക് ഒരു ഡിസൈർ ആയിട്ടുള്ള ഒരു mRNA ഉണ്ട്. ഈ mRNAയുടെ ഫംഗ്ഷൻ നമുക്ക് ഇല്ലാണ്ടാക്കണമെന്നാണെങ്കിൽ അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഡിസൈന ലോങ് ഡബിൾ സ്ട്രാൻഡഡ് RNA. ഒരു ലോങ് ഡബിൾ സ്ട്രാൻഡഡ് RNA ഉണ്ട്. അത് ന്യൂക്ലിയസിൽ കയറിക്കഴിഞ്ഞാൽ, സെല്ലിൽ കയറിക്കഴിഞ്ഞാൽ there is something known as a dicer. Dicer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? It is an RNase 3 ന്യൂക്ലിയേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസൈം ആണ്. അതെന്താ ചെയ്യുന്നത്? RNAനെ ക്ലീവ് ചെയ്യുന്ന, കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ക്ലീവ് ചെയ്യുന്ന ഒരു എൻസൈം ആണ് ഈ പറയുന്ന ഡൈസർ എന്ന് പറയുന്ന എൻസൈം. അപ്പൊ നമ്മുടെ ലോങ് ഡബിൾ സ്ട്രാൻഡഡ് RNAനെ എന്ത് ചെയ്യുന്നു? കുഞ്ഞ് സ്മോൾ പീസസ് ആയിട്ട് കണ്ടിക്കുന്നു, ക്ലീവ് ചെയ്യുന്നു. ആ ക്ലീവ് ചെയ്തതിന് ശേഷം ഫോം ചെയ്യുന്ന കുഞ്ഞു പീസസിനെയാണ് siRNA എന്ന് പറയുന്നത്. ദ സോ കോൾഡ് small interfering RNA. small interfering RNA ആണ് siRNA എന്ന് പറയുന്നത്. ഇനി ഈ siRNA ആണ് ഈ പറയുന്ന mRNAനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ mRNAനെ ഇൻഹിബിറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ നമ്മളെ ഡൈസർ എൻസൈം എന്താ ചെയ്തേ? ലോങ് ഡബിൾ സ്ട്രാൻഡഡ് RNAനെ കുഞ്ഞു കുഞ്ഞു സ്മോൾ പീസസ് ആക്കി മാറ്റി. ഈ പീസസ് ആക്കിയതിനു ശേഷം ഈ കുഞ്ഞു RNAയിൽ നിന്നും ഡബിൾ സ്ട്രാൻഡഡ് കണ്ടീഷൻ മാറ്റിയിട്ട് അതിനെ സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള mRNA ആക്കി മാറ്റും. സിംഗിൾ സ്ട്രാൻഡഡ് RNA ആക്കി മാറ്റും. mRNA അല്ല, സിംഗിൾ സ്ട്രാൻഡഡ് RNA. അതിൽ നിന്നും ഒരു സ്ട്രാൻഡ് പറഞ്ഞു വിടും. അതിനെയാണ് പാസഞ്ചർ സ്ട്രാൻഡ് എന്ന് പറയുന്നത്. പാസഞ്ചർ സ്ട്രാൻഡിനെ കഷ്ണിച്ച് ക്ലീവ് ചെയ്ത് അത് ഇല്ലാണ്ടാക്കും. പക്ഷെ പകരം മറ്റൊരു സ്ട്രാൻഡ് ഇവിടെ ഉണ്ട്. ആ സ്ട്രാൻഡിനെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ that forms a complex with another component. ഒരു കോമ്പോണന്റുമായിട്ട് അതൊരു കോംപ്ലക്സ് ഫോം ചെയ്യും. and that complex is known as RNA induced silencing complex. എന്താണ്? RNA induced silencing complex. അതാണ് RISC. നമ്മുടെ siRNA സ്മോൾ ഇന്റർഫിയറിംഗ് RNAയുടെ ഒരു സ്ട്രാൻഡും RISC കൂടെ ചേർന്ന് ഇറ്റ് ഫോംസ് എ കോംപ്ലക്സ്. അതാണ് RNA ഇൻഡ്യൂസ്ഡ് സൈലൻസിങ് കോംപ്ലക്സ്. ഈ RNA ഇൻഡ്യൂസ്ഡ് സൈലൻസിങ് കോംപ്ലക്സിൽ ഒരു കോമ്പോണന്റ് ഉണ്ട്. ആ കോമ്പോണന്റിന്റെ പേരാണ് ആർഗനൗട്ട്. ഇതാണ് AGO എന്ന് എഴുതിയിരിക്കുന്ന കണ്ടില്ലേ? AGO എന്ന് പറയുന്നത് ഒരു കോമ്പോണന്റ് ആണ്. ഈ RISC കോംപ്ലക്സിന്റെ ഒരു കോമ്പോണന്റ് ആണ് ആർഗനൗട്ട് എന്ന് പറയുന്നത്. അത് ഒരു എൻഡോന്യൂക്ലിയേസ് എൻസൈം ആണ്. എൻഡോന്യൂക്ലിയേസ് എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ബേസ് പെയർ ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി അല്ലെങ്കിൽ അതിനെ ക്ലീവ് ചെയ്ത് കളയാൻ പ്രോപ്പർട്ടി ഉള്ള ഒരു എൻസൈം ആണ് എൻഡോന്യൂക്ലിയേസ്. അതുപോലെ എക്സോന്യൂക്ലിയേസ് ഉണ്ട്. എക്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ റീജിയൻ, എൻഡ് റീജിയനിൽ ക്ലീവ് ചെയ്യുന്നതാണ് എക്സോന്യൂക്ലിയേസ്. എൻഡോന്യൂക്ലിയേസ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ക്ലീവ് ചെയ്യുന്ന എൻസൈം ആണ് എൻഡോന്യൂക്ലിയേസ്. അങ്ങനെ നമ്മുടെ ഡിസയർ ആയിട്ടുള്ള mRNA, ഈ mRNAയുടെ ഫംഗ്ഷൻ ആണ് നമുക്ക് വേണ്ടാത്തത്.
ആ mRNA യിൽ വന്നിട്ട് RISC കോംപ്ലക്സ് വന്ന് ബൈൻഡ് ചെയ്യും. RISC യിൽ എന്താ ഉള്ളേ? ആർഗനൗട്ട് ഉണ്ട്. ആർഗനൗട്ട് എന്ത് ചെയ്യും? ഈ പറയുന്ന mRNA നെ കണ്ടിച്ച് സ്മോൾ പീസസ് ആക്കും. mRNA ക്ലീവേജ് നടക്കും. അതുപോലെ തന്നെ mRNA യുടെ ട്രാൻസ്ലേഷൻ അവിടെ നടക്കില്ല. സോ ആ പ്രോട്ടീൻ അവിടെ ഫോം ചെയ്യില്ല. ഫങ്ഷണൽ പ്രോട്ടീൻ ഫോം ചെയ്യില്ല. mRNA ഇല്ലാണ്ടാവുന്ന ഒരു കേസാണ്. ആ ഒരു പർട്ടിക്കുലർ ജീനിനെ സൈലൻസ് ആക്കി ഒരു കണ്ടീഷൻ ആണ് RNA ഇന്റർഫറൻസ്. RNA ഇന്റർഫറൻസ് എന്താണ്? ലോങ് ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ട്. അതിനെ ഡൈസർ എന്താ ചെയ്യുന്നത്? സ്മോൾ siRNA സ്മോൾ ഇന്റർഫിയറിംഗ് RNA ആക്കി മാറ്റും. പിന്നീട് ഡൈസർ എന്ത് ചെയ്യുന്നു? അതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു. ഡബിൾ സ്റ്റാൻഡേർഡ് RNA നെ സെപ്പറേറ്റ് ചെയ്ത് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആക്കും. ഒരു RNA നെ ക്ലീവ് ചെയ്ത് കളയും. ഒരു RNA നെ RISC കോംപ്ലക്സ് ഫോം ചെയ്യാൻ വേണ്ടി കൊടുക്കും. RISC കോംപ്ലക്സ് എന്താണ്? RNA ഇൻഡ്യൂസ്ഡ് സൈലൻസിങ് കോംപ്ലക്സ് ആണ്. അതിൽ ആർഗനൗട്ട് എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട്. ഈ പറയുന്ന ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് RNA എന്ന് പറയുന്നത് mRNA ആയിട്ട് കോംപ്ലിമെന്ററി ആയിരിക്കും. അത് തന്നെ mRNA നെ ബൈൻഡ് ചെയ്യുന്നു. ആർഗനൗട്ട് എന്ന് പറയുന്നത് ഒരു എൻഡോന്യൂക്ലിയേസ് ആണ്. ഈ mRNA നെ കുഞ്ഞു സ്പീസ് ആയിട്ട് ക്ലീവ് ചെയ്ത് പ്രോട്ടീൻ ട്രാൻസ്ലേഷൻ ഇല്ലാണ്ടാക്കി ആ ജീനിനെ സൈലൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് RNA ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് RNA ഇന്റർഫറൻസ് അല്ലെങ്കിൽ RNAi? RNAi എന്ന് പറയുന്നതിന്റെ പ്രൈമറി റോൾ എന്താണ്? ക്രോമസോം സെഗ്രിഗേഷൻ, DNA റെപ്ലിക്കേഷൻ, പ്രോട്ടീൻ സിന്തസിസ് ആൻഡ് ജീൻ സൈലൻസിങ്. നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയേ ഉള്ളൂ. ബേസിക്കലി RNA ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ മെത്തേഡ് ഫോർ ജീൻ സൈലൻസിങ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മോളിക്യൂൾ ഇസ് സെൻട്രൽ ടു RNAi പ്രോസസ്? RNAi പ്രോസസ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോളിക്യൂൾ ഏതാണ്? ദാറ്റ് ഇസ് siRNA, സ്മോൾ ഇന്റർഫിയറിംഗ് RNA. അടുത്തത്, which enzyme is responsible for processing long double stranded RNA into siRNA in RNA interference? ഏത് എൻസൈം ആണ് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA നെ siRNA ആക്കി മാറ്റുന്നത്? ഏത് എൻസൈം ആണ്? RNA പോളിമറൈസ് ആണോ, ഹെലിക്കേസ് ആണോ, RISC ആണോ, ഡൈസർ ആണോ? നമ്മളിപ്പോ ഡയഗ്രാമിൽ കണ്ടേ ഉള്ളൂ. ദ ആൻസർ ഇസ് ഓപ്ഷൻ 4, ഡൈസർ. ഡൈസർ ആണ് ലോങ് ആയിട്ടുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് RNA നെ ക്ലീവ് ചെയ്ത് സ്മോൾ siRNA, സ്മോൾ ഇന്റർഫിയറിംഗ് RNA പീസുകളൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നത്. ഓപ്ഷൻ 4 ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in RNAi pathway, what is the role of argonaute protein? Argonaute പ്രോട്ടീനിന്റെ റോൾ എന്താണ്? ക്ലീവേജ് ഓഫ് ടാർഗറ്റഡ് mRNA, ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് mRNA, പ്രോസസിംഗ് ഓഫ് siRNA, ആക്ടിവേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ. നമുക്കറിയാം RISE കോംപ്ലക്സിൽ വരുന്ന ഒരു കോമ്പോണന്റ് ആണ് ആർഗനൗട്ട് എന്ന് പറയുന്നത്. ആർഗനൗട്ടിന്റെ ഫങ്ഷൻ എന്താന്ന് വെച്ചാൽ ക്ലീവേജ് ഓഫ് ടാർഗറ്റഡ് mRNA, നമ്മുടെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള siRNA കോംപ്ലിമെന്ററി ആയിട്ട് പെയർ ആകുന്ന mRNA നെ ഈ പറയുന്ന ആർഗനൗട്ട് പ്രോട്ടീൻ ക്ലീവ് ചെയ്ത് ഇൻഹിബിറ്റ് ചെയ്യുന്നു. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? ദാറ്റ് ഇസ് വാട്ട് ഹാപ്പൻസ് ഇൻ നമ്മുടെ RNA ഇന്റർഫറൻസ്. ആൻഡ് ആർഗനൗട്ട് പ്രോട്ടീൻ എന്താ ചെയ്യുന്നത്? ക്ലീവേജ് ഓഫ് ടാർഗറ്റഡ് mRNA. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, which of the following describes the mechanism of action of RNAi? RNAi എന്ന് പറയുന്ന പ്രോസസ്സിന്റെ മെക്കാനിസം ഏതാണ്? എൻഹാൻസ് പ്രോട്ടീൻ ഫോൾഡിംഗ്, degrade or inhibit specific mRNA to prevent protein synthesis, prevent DNA replication, stimulate transcriptional activation. ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു mRNAയുടെ ഫങ്ഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതുവഴി പ്രോട്ടീൻ സിന്തസിസ് ഉണ്ടാവില്ല. അതാണ് ഈ പറയുന്ന RNAi എന്ന് പറയുന്നത്. ഇവിടെ ഏത് ഓപ്ഷനാ കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ 2, degrades or inhibits specific mRNA to prevent protein synthesis. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്. അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് HSST പോലത്തുള്ള എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക, അതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനും നോക്കി വെക്കുക. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാസ്കുലാർ ബണ്ടിനെ കുറിച്ചാണ്. വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന്റെ കോമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് സൈലം, ഫ്ലോയം, പിന്നെ കേമ്പിയം.
ഇത് ബേസ് ചെയ്തിട്ട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് വാസ്കുലാർ ബണ്ടിൽസ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ആദ്യത്തേതാണ് എൻഡാർക്ക് ടൈപ്പ്. എൻഡാർക്ക് ടൈപ്പിൽ പ്രോട്ടോസൈലം ഇസ് ഫൗണ്ട് നിയർ ദ സെന്റർ. പ്രോട്ടോസൈലം എന്ന് പറഞ്ഞാൽ എന്താണ്? യങ്ങസ്റ്റ് സൈലം, ഏറ്റവും ലാസ്റ്റ് ഫോം ചെയ്ത യങ്ങസ്റ്റ് ആയിട്ടുള്ള സൈലമാണ് പ്രോട്ടോസൈലം. പ്രോട്ടോസൈലം സെന്ററിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നതെങ്കിൽ ദാറ്റ് ഇസ് എൻഡാർക്ക് കണ്ടീഷൻ, സ്റ്റെമ്മിലാണ് കാണുന്നത്. എക്സാർക്ക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. പ്രോട്ടോസൈലം ടുവേർഡ്സ് ദ പെരിഫറി ആണ്, പുറത്തേക്കായിരിക്കും പ്രോട്ടോസൈലം കാണുന്നതെങ്കിൽ എക്സാർക്ക് കണ്ടീഷൻ ആണ്. പ്രോട്ടോസൈലം എക്സിറ്റ് ചെയ്യുന്നതായിട്ട് ഓർത്താൽ മതി. അങ്ങനെയുള്ളത് എക്സാർക്ക് കണ്ടീഷൻ ആണ്. റൂട്ടിലാണ് എക്സാർക്ക് കണ്ടീഷൻ കാണുന്നത്. പിന്നെ ഉള്ളത് റേഡിയൽ അറേഞ്ച്മെന്റ് ആണ്. സൈലോം ഫ്ലോയും സെപ്പറേറ്റ് ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷൻ ആണ് റേഡിയൽ അറേഞ്ച്മെന്റ്. ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് റൂട്ടിൽ റേഡിയൽ അറേഞ്ച്മെന്റ് നമുക്ക് ഒബ്സർവ് ചെയ്യാം. അടുത്തത് കൊളാറ്ററൽ കണ്ടീഷൻ ആണ്. കൊളാറ്ററൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സൈലോം ഫ്ലോയും അടുത്തടുത്ത് കാണുന്ന ഒരു കണ്ടീഷൻ ആണ്. ദേ ആർ ഒബ്സർവ്ഡ് സൈഡ് ബൈ സൈഡ്. അപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാല് സൈലം അകത്തും ഫ്ലോയം പുറത്തും കാണുന്ന ഒരു കണ്ടീഷൻ ആണ് കൊളാറ്ററൽ കണ്ടീഷൻ. ഇനി ബൈകൊളാറ്ററൽ കണ്ടീഷൻ ഉണ്ട്. ബൈകൊളാറ്ററൽ എന്ന് പറഞ്ഞാൽ സൈലം അകത്ത് ഫ്ലോയം അകത്ത്, പിന്നെ ഫ്ലോയം കഴിഞ്ഞിട്ട് പിന്നെയും സൈലം. അപ്പൊ നമ്മുടെ ഫ്ലോയത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും സൈലം പ്രസന്റ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ് ബൈകൊളാറ്ററൽ. കുക്കുർബിറ്റേസെ ഫാമിലിയിൽ കാണുന്ന ഒരു കണ്ടീഷൻ ആണ്. അടുത്തത് കൺജോയിന്റ് കണ്ടീഷൻ ആണ്. കൺജോയിന്റ് എന്ന് പറഞ്ഞാൽ സൈലോം ഫ്ലോയും ഒന്നിച്ച് പ്രസന്റ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ് കൺജോയിന്റ്. അത് ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് സ്റ്റെമ്മിലാണ് കൺജോയിന്റ് കണ്ടീഷൻ കാണുന്നത്. വാസ്കുലാർ ബണ്ടിൽസ് ഓഫ് ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് സ്റ്റെം. പിന്നെ ഉള്ളത് കോൺസെൻട്രിക് ബണ്ടിൽസ് ആണ്. കോൺസെൻട്രിക് ബണ്ടിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ആംഫി വാസൽ ബണ്ടിൽസ് അല്ലെങ്കിൽ ആംഫി ക്രൈബൽ ബണ്ടിൽസ്. ആംഫി വാസൽ ബണ്ടിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോയത്തിനെ സർക്കിൾ ചെയ്തുകൊണ്ട് സൈലം വരുന്ന ഒരു കേസാണ്. അപ്പൊ നമുക്ക് അകത്തെ സർക്കിളിൽ സൈലം, പിന്നെ ഒരു ഫ്ലോയം, പിന്നെയും സൈലം. അങ്ങനെ ഒരു കോൺസെൻട്രിക് റിങ് ഓഫ് സൈലം ഫോളോഡ് ബൈ ഫ്ലോയം ആൻഡ് അഗൈൻ സൈലം ആണെങ്കിൽ ആംഫി വാസൽ ബണ്ടിൽസ് എന്നാണ് അതിന് പറയുന്നത്. ബേസിക്കലി ഡ്രസീന, യൂക്ക പോലുള്ള പ്ലാന്റ്സിലാണ് ആംഫി വാസൽ ബണ്ടിൽ കാണുന്നത്. ഇതിനെ ലെപ്റ്റോസെൻട്രിക് ബണ്ടിൽസ് എന്നും പറയും. ഇനി അടുത്തത് ആംഫി ക്രൈബൽ ബണ്ടിൽസ് ആണ്. ആംഫി ക്രൈബൽ ബണ്ടിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോയം ഉണ്ട് പ്രസന്റ് ആയിട്ട്, ഫ്ലോയത്തിന് ചുറ്റും സൈലം ഉണ്ട്, എഗെയിൻ ഫ്ലോയം ഉണ്ട്. ഇപ്പൊ നമ്മുടെ സൈലത്തിനെ ഐദർ സൈഡിലും എൻസർക്കിൾ ചെയ്തുകൊണ്ട് ഫ്ലോയം പ്രസന്റ് ആയിട്ടുള്ള ഒരു കേസിനെയാണ് ആംഫി ക്രൈബൽ ബണ്ടിൽസ് എന്നോ അല്ലെങ്കിൽ ഹാഡ്രോസെൻട്രിക് ബണ്ടിൽസ് എന്നോ പറയും. സെലാജിനെല്ലയിലാണ് കാണുന്നത്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഡിഫറെന്റ് കൈൻഡ് ഓഫ് വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ട്. പ്രോട്ടോസൈലം ബേസ് ചെയ്തിട്ട് അത് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി പ്രോട്ടോസൈലത്തിന്റെ ആംസ് ബേസ് ചെയ്തിട്ട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ബണ്ടിൽസ് ഉണ്ട്. നമുക്ക് ഡൈ ആർക്ക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പ്രോട്ടോസൈലം ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. രണ്ട് പ്രോട്ടോസൈലം ആംസ് വിൽ ബി പ്രസന്റ്. ട്രൈആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രോട്ടോസൈലം ബണ്ടിൽസ് നമുക്ക് കാണാൻ സാധിക്കും. ടെട്രാ ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആംസ് ആയിരിക്കും, റേഡിയേറ്റിംഗ് ആംസ് ആയിരിക്കും പ്രോട്ടോസൈലത്തിന് ഉണ്ടാവുന്നത്. ഹെക്സാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 എണ്ണം. പോളി ആർക്ക് എന്ന് പറഞ്ഞാൽ 6ൽ കൂടുതൽ ഉണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എ പോളി ആർക്ക് ബണ്ടിൽസ്. അപ്പം based on പ്രോട്ടോസൈലം ആംസ് നമുക്ക് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ബണ്ടിൽസ് ഉണ്ട്. അതിൽ ഡൈആർക്ക് എന്ന് പറഞ്ഞാൽ 2 പ്രോട്ടോസൈലം ആംസും, ട്രൈആർക്ക് എന്ന് പറഞ്ഞാൽ 3 പ്രോട്ടോസൈലം ആം, ടെട്രാ ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പ്രോട്ടോസൈലം ആം, ഹെക്സാ ആർക്ക് 6 പ്രോട്ടോസൈലം ആംസ്, പോളി ആർക്ക് എന്ന് പറഞ്ഞാൽ മെനി ആംസ് വിൽ ബി പ്രസന്റ്. ഓക്കെ, നമുക്ക് ഇനി ഡിസ്കസ് ചെയ്ത വാസ്കുലാർ ബണ്ടിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ 1 എന്ന് പറയുന്നത് vascular bundle where phloem is located on the outside and xylem is located in the inside along the same radius is called. നമ്മൾ ഇവിടെ നോക്കിയാൽ ഫ്ലോയം പുറത്തും സൈലം അകത്തും കാണുന്ന ഒരു കണ്ടീഷൻ ആണ് അലോങ് ദി സെയിം റേഡിയസ്. അങ്ങനെയുള്ള കണ്ടീഷൻ എന്താ പറയുന്നത്? ഫ്ലോയും സൈലവും ഒന്നിച്ച് കാണുന്നതിന് വി കോൾ ഇറ്റ് ആസ് conjoined and
ഫ്ലോയം പുറത്തും സൈലം അകത്തുമായിട്ട് അടുത്തടുത്ത് കാണുന്നതിനെ കൊലാറ്ററൽ എന്ന് പറയും. ഇവിടെ നമ്മൾ നോക്കിയാൽ റേഡിയൽ അറേഞ്ച്മെന്റ് അല്ല. അതുപോലെ കൺജോയിൻ കൊളാറ്ററൽ ആണോ? യെസ്, വി കോൾ ഇറ്റ് എസ് കൺജോയിൻ കൊളാറ്ററൽ. കോൺസെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിൾ പാറ്റേൺ, അതല്ല. ബൈകൊളാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോയത്തിന്റെ അപ്പുറയും ഇപ്പുറയും സൈലം കാണുന്നതിനെയാണ് ബൈകൊളാറ്ററൽ എന്ന് പറയുന്നത്. അപ്പൊ അതുമല്ല. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, കൺജോയിൻഡ് കൊളാറ്ററൽ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോട്ടോസൈലം ഫേസിംഗ് ദ പെരിഫറി ഔട്ടർ സൈഡ് ഇസ് ടേംഡ് ആസ്. എന്താണ് പ്രോട്ടോസൈലം ഫേസിംഗ് ടുവേർഡ്സ് പെരിഫറി ഈസ് നോൺ ആസ് എക്സാർക്ക്, എൻഡാർക്ക്, മീസാർക്ക്, പോളിയാർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോട്ടോസൈലം അകത്തേക്കാണ്, സെൻട്രലിലേക്കാണ് എങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് എൻഡാർക്ക്. പ്രോട്ടോസൈലം പെരിഫറിയിലേക്കാണെങ്കിൽ ഇറ്റ്സ് നോൺ ആസ് എക്സാർക്ക്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? പെരിഫറിയിലേക്കുള്ള പ്രോട്ടോസൈലത്തിനെ പറ്റിയാണ്. സോ ഹിയർ വി ഹാവ് ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, എക്സാർക്ക്. അടുത്തത് ആംഫിക്രൈബൽ വാസ്കുലാർ ബണ്ടിൽസ്. ആംഫിക്രൈബൽ വാസ്കുലാർ ബണ്ടിൽ എന്താണെന്ന് നമ്മളിപ്പോ പറഞ്ഞേ ഉള്ളൂ. വി ഹാവ് സൈലം, then phloem, then again xylem surrounding the phloem in a circular അല്ലെങ്കിൽ concentric ring like pattern. അങ്ങനെയുള്ളതിനെയാണ് ആംഫിക്രൈബൽ ബണ്ടിൽസ് എന്ന് പറയുന്നത്. കോൺസെൻട്രിക് ബണ്ടിൽസ് ആണ്, അതുപോലെ സൈലം സറൗണ്ടഡ് ബൈ ഫ്ലോയം. അങ്ങനെയുള്ള രണ്ട് കണ്ടീഷനും ഈ പറയുന്ന ആംഫിക്രൈബൽ കണ്ടീഷനിൽ കാണുന്നത് ഫ്ലോയം സറൗണ്ടഡ് ബൈ സൈലം അല്ല, സൈലം സറൗണ്ടിങ് ദ ഫ്ലോയം ആണ്. അപ്പോൾ എയും ശരിയാണ്, ബിയും ശരിയാണ്. Here we have both 1 and 2 as the correct answer. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഗാസ്പോറോജെനസിസ് അല്ലെങ്കിൽ എംബ്രിയോസാക് ഡെവലപ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മെഗാസ്പോറോജെനസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു മെച്ചോർഡ് എംബ്രിയോസാക് ആണ്. ഇവിടെ നമ്മൾ നോക്കിയാൽ ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോർ മദർ സെൽ ഉണ്ട്. 2n കണ്ടീഷൻ ആണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള മിയോസിസ് ഡിവിഷനും മൈറ്റോസിസ് ഡിവിഷനും ശേഷം ഒരു മെച്ചോർഡ് എംബ്രിയോസാക് ആയിട്ട് മാറും. അപ്പൊ ആദ്യത്തെ കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾക്ക് മിയോസിസ് ഡിവിഷൻ ആണ്. മിയോസിസ് 1ന് ശേഷം 2 സെൽഡ് കണ്ടീഷൻ ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. പിന്നെ ഉള്ളത് മിയോസിസ് 2 ആണ്, 4 സെൽഡ് കണ്ടീഷൻ ആകും. ഇവിടെ വെച്ചിട്ട് നമ്മൾ നോക്കിയാൽ ഈ പറയുന്ന 4 ന്യൂക്ലിയസും ചിലപ്പോ എംബ്രിയോസാക് ഡെവലപ്മെന്റിൽ വരും. അങ്ങനെ 4 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ എംബ്രിയോസാക് ഡെവലപ്മെന്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ that embryo sac is known as tetrasporic embryo sac. In case ചില കേസിൽ ഇതിൽ ഒരെണ്ണം മാത്രമേ എംബ്രിയോസാക് ഡെവലപ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ, ബാക്കി 3 എണ്ണവും ഡീജനറേറ്റ് ആകും. അങ്ങനെ ഒരു സിംഗിൾ സ്പോർ അല്ലെങ്കിൽ ഒരു സിംഗിൾ ന്യൂക്ലിയസ് മാത്രമാണ് മെഗാസ്പോർ ജെനസിസിൽ എംബ്രിയോസാക് ഡെവലപ്മെന്റിൽ വരുന്നതെങ്കിൽ അതിനെ മോണോസ്പോറിക് എംബ്രിയോസാക് എന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന 4 ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നും 2 എണ്ണം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. 2 ന്യൂക്ലിയസ് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ടു ഫോം എംബ്രിയോസാക് എങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് ബൈസ്പോറിക് എംബ്രിയോസാക്. ഇപ്പൊ നമ്മുടെ മെച്ചോർഡ് എംബ്രിയോസാക് ഫോർമേഷനിൽ എത്ര ന്യൂക്ലിയസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അത് ബേസ് ചെയ്തിട്ട് ടെട്രാസ്പോറിക്, മോണോസ്പോറിക്, ബൈസ്പോറിക് ഒക്കെ ഉണ്ട്. ഈ പറയുന്ന 3 ടൈപ്പിന്റെയും എക്സാമ്പിൾസ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ HSST എക്സാമിനും ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതിന് മുന്നത്തെ HSST എക്സാമിനും ഈ പറയുന്ന എംബ്രിയോസാക് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, എല്ലാവരും നല്ല രീതിയിൽ റെഫർ ചെയ്ത് പോകുക. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു 4 ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സെക്കൻഡ് മിയോസിസ് കഴിഞ്ഞിട്ട് 4 ന്യൂക്ലിയസ് ആയിട്ടിരുന്നു. അപ്പം 4 ന്യൂക്ലിയസ് ആയാലും സിംഗിൾ ന്യൂക്ലിയസ് ആയാലും 2 ന്യൂക്ലിയസ് ആണെങ്കിലും പിന്നെ വരുന്നത് മൈറ്റോസിസ് ഡിവിഷൻ ആണ്. റിപ്പീറ്റഡ് മൈറ്റോസിസ് ഡിവിഷന് ശേഷം ഒരു മെച്ചോർഡ് 8 ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള എംബ്രിയോസാക് അവിടെ ഫോം ചെയ്യും. 8 ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള എംബ്രിയോസാക് അവിടെ ഫോം ചെയ്യും. അതാണ് മെച്ചോർഡ് എംബ്രിയോസാക് എന്ന് പറയുന്നത്. ചില കേസിൽ നമുക്ക് 4 ന്യൂക്ലിയേറ്റഡ് എംബ്രിയോസാക് കാണാൻ സാധിക്കും. ചിലതിൽ 16 ആയിരിക്കും, ചിലതിൽ 32 ആയിരിക്കും, ഡിപ്പെൻഡ് അപ്പോൺ ദി മൈറ്റോസിസ് ഡിവിഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് ഡ്യൂറിംഗ് ദി എംബ്രിയോസാക് ഡെവലപ്മെന്റ്. ഇതാണ് ബേസിക് ഔട്ട്ലൈൻ അബൌട്ട് മെഗാസ്പോറോജെനസിസ്.
മെഗാസ്പോറോജെനസിസ്. അപ്പൊ നമ്മൾക്ക് മെഗാസ്പോറോജെനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നും മെച്ചോർഡ് എംബ്രിയോ സാക്ക് ആകുന്ന ഒരു പ്രോസസ്സിനെയാണ് മെഗാസ്പോറോജെനസിസ് എന്ന് പറയുന്നത്. മിയോസിസ് ഡിവിഷനും മൈറ്റോസിസ് ഡിവിഷന് ശേഷം ഫോം ചെയ്യുന്ന ഒരു 8 ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് സിനർജിഡ്സ് ഉണ്ട്, ആന്റിപോഡൽസ് ഉണ്ട്, പോളാർ ന്യൂക്ലിയ ഉണ്ട്, എഗ് സെൽസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയാലാണ് ഒരു 8 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ആയി മാറുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. റാൻഡം ആയിട്ട് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, എംബ്രിയോ സാക്ക് ഓഫ് ആൻജിയോസ്പേം ഹാസ് 7 സെൽഡ് 7 ന്യൂക്ലിയേറ്റഡ് 8 സെൽഡ് 7 ന്യൂക്ലിയേറ്റഡ് 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റഡ് 6 സെൽഡ് 8 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ. ഇതിനകത്ത് ഏതാണ് ഒരു ആൻജിയോസ്പേമിന്റെ എംബ്രിയോ സാക്കിൽ കാണുന്ന കണ്ടീഷൻ? റാൻഡം ആയിട്ട് ഒരു എംബ്രിയോ സാക്ക് റെസ്പെക്റ്റീവ് ഓഫ് ആൻജിയോസ്പേം ഓർ ജിംനോസ്പേം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 ആന്റിപോഡൽസ് ഉണ്ടാവും, പിന്നെ പോളാർ ന്യൂക്ലിയ ഉണ്ടാവും. പോളാർ ന്യൂക്ലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലിന്റെ അകത്തുള്ളതാണ്. ഒരു സിംഗിൾ സെല്ലിൽ കാണുന്ന ന്യൂക്ലിയയാണ് പോളാർ ന്യൂക്ലിയൈ. പോളാർ സെല്ല് എന്നല്ലല്ലോ പറയുന്നത്, പോളാർ ന്യൂക്ലിയ അല്ലേ. അപ്പം 2 പോളാർ ന്യൂക്ലിയ ഉണ്ട്, 3 ആന്റിപോഡൽസ് ഉണ്ട്, പിന്നെ ഉള്ളത് സിനർജിഡ്സ് ആൻഡ് എഗ് സെൽ. സിനർജിഡ്സ് ആൻഡ് എഗ് സെൽ. അപ്പൊ എത്ര സെൽസ് നമുക്ക് കാണാം? 3 പോളാർ ന്യൂക്ലിയൈ, ഒരു ഒറ്റ സെല്ലേ ഉള്ളൂ, പിന്നെ എഗ് ഒരെണ്ണം, 2 സിനർജിഡ്സ്. അപ്പൊ നമുക്ക് ഓൾ ടുഗെദർ കാണാൻ സാധിക്കുന്നത് 7 സെൽസ് ആണ്. 7 സെല്ലാണുള്ളത്. എത്ര ന്യൂക്ലിയൈ ഉണ്ട് ആ സെല്ലുകളിൽ? ആന്റിപോഡൽസിന് 3 ന്യൂക്ലിയൈ, പോളാർ ന്യൂക്ലിയ എന്ന് പറഞ്ഞാൽ 2 എണ്ണം, എഗ് സെല്ലിന് ഒരെണ്ണം, 2 സിനർജിഡ്സിന് 2 ന്യൂക്ലിയ. ഓൾ ടുഗെദർ 8 ന്യൂക്ലിയസ്. എത്ര സെൽസ് ഉണ്ട്? 7 സെൽസും 8 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷനുമാണ് ഒരു മെച്ചോർഡ് ആൻജിയോസ്പേം എംബ്രിയോ സാക്കിനുള്ളത്. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ, 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 8 ന്യൂക്ലിയേറ്റഡ് എംബ്രിയോ സാക്ക് ഇസ് മോണോസ്പോറിക്, ബൈസ്പോറിക്, ടെട്രാസ്പോറിക്. എല്ലാത്തിലും നമുക്ക് 8 ന്യൂക്ലിയേറ്റഡ് എംബ്രിയോ സാക്ക് കാണാൻ സാധിക്കും. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ടെട്രാസ്പോറിക് എംബ്രിയോ സാക്ക് ഡെവലപ്മെന്റ് ഇസ് സീൻ ഇൻ. അപ്പൊ നമുക്ക് ഇവിടെ എക്സാമ്പിൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടെട്രാസ്പോറിക് എംബ്രിയോ സാക്ക് ഏതെല്ലാം പ്ലാന്റിലാണ് കാണാൻ സാധിക്കുന്നത്? പോളിഗോണം, അഡോക്സ, പ്ലംബാഗോ ആണ് തന്നിരിക്കുന്നത്. പോളിഗോണം എന്ന് പറയുന്നത് മോണോസ്പോറിക് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് കാണിക്കുന്നത്. അഡോക്സ ആൻഡ് പ്ലംബാഗോയില് നമുക്ക് ടെട്രാസ്പോറിക് കാണാൻ സാധിക്കും. അപ്പോ both 2 and 3 is the correct answer. Option D is the correct answer. Basically എക്സാമിന് ഈ പറയുന്ന ടൈപ്പ് ബേസ് ചെയ്തിട്ട്, എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആണ് ധാരാളമായിട്ട് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് അതിൽ എത്ര ന്യൂക്ലിയസും കൂടെ ഉണ്ടെന്നൊന്ന് പഠിച്ചു പോകുന്നത് നല്ലതാണ്. നമ്മളപ്പോ 3 കോൺസെപ്റ്റുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ആ കോൺസെപ്റ്റിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടിക്കാണുമല്ലോ എങ്ങനെയാണ് നമ്മൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ള രീതി. അപ്പോൾ കോൺസെപ്റ്റ് എന്താണോ അത് ആദ്യം പഠിച്ച് മനസ്സിലാക്കുക, പിന്നെ അതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും നോക്കുക. എത്രത്തോളം ക്വസ്റ്റ്യൻ നോക്കാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുക. പിന്നെ നമ്മുടെ HSST ബോട്ടണി എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ടോസ് അക്കാഡമിയിൽ ജനുവരി 3-ാം തീയതി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. HSST ബോട്ടണിയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. ബോട്ടണി മാത്രമല്ല ബാക്കി എല്ലാ സബ്ജക്ട്സിന്റെയും HSST കോച്ചിങ് ടോസ് അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എൻക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ടോസ് അക്കാഡമിയുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ഫ്രം ടോസ് അക്കാഡമി.